അബ്രഹാം അങ്ങനെ ലോത്തുമായിട്ട് പിരിഞ്ഞ ചരിത്രം നമുക്കറിയാം. സ്തോത്രം. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ കേൾക്കുന്ന ഒരു ന്യൂസ്, സ്തോത്രം, ഹല്ലേലൂയ, 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർക്കെതിരെ യുദ്ധത്തിന് വന്നു. 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് 4 രാജാക്കന്മാർ, സ്തോത്രം, സ്വത്തുക്കളും സമ്പത്തുകളും എല്ലാം പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ലോത്തിനെയും ലോത്തിൻ്റെ ഭാര്യയെയും മക്കളെയും സമ്പത്തും എല്ലാം പിടിച്ചുകൊണ്ട് പോയി എന്ന് അബ്രഹാമിന് അറിവ് കിട്ടി. സ്തോത്രം. എന്നോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും. ഇന്നത്തെ പെന്തിക്കോസ്തിൻ്റെ റിമാർക്ക് അതാണ്. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അവനത് തന്നെ വരണം. സ്തോത്രം. അല്ലേ? എന്നെ എല്ലാവരും വേണ്ട, നിങ്ങളുടെ മൗനം സമ്മതമാണെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ അബ്രഹാം അങ്ങനെയല്ല. അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായി ചെന്ന് 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെയും സമ്പത്തിനെയും, സ്തോത്രം, അവൻ്റെ കുടുംബത്തെയും സകലത്തെയും ഒന്നും നഷ്ടപ്പെടാതെ തിരികെ കൊണ്ടുവന്നു. അതാ സഹോദര സ്നേഹം. ഇങ്ങോട്ട് വെറുത്താലും, ഇങ്ങോട്ട് പിണങ്ങിയാലും, ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും, ഇങ്ങോട്ട് മുഖം കറുപ്പിച്ചാലും, അങ്ങോട്ട് തിരിച്ചതേപോലെ ചെയ്യാതെ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നിൻ്റെ സഹോദരൻ സഹോദരി നിനക്കെതിരായി, സ്തോത്രം, ഇതേ ഭാവത്തിലും ഇതേ രൂപത്തിലും സംസാരത്തിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ ലെവലിലേക്ക് താണു പോകരുത്. തിരിച്ചെന്ത് ചെയ്യണം? സ്നേഹത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും പെരുമാറാനും ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് നീ താഴെ പോയിട്ടില്ല എന്നർത്ഥം. അതേസമയം അതേ കോയിനിൽ നീ തിരിച്ചു കൊടുത്താൽ ആ സ്റ്റാൻഡേർഡിലേക്ക് നീയും താണു. ഹല്ലേലൂയ. നമുക്കൊരു നിലവാരം ദൈവം വെച്ചിട്ടുണ്ട്. നമുക്കൊരു സ്റ്റാൻഡേർഡ്, ഇത് ബൈബിളിൻ്റെ സ്റ്റാൻഡേർഡാണ്. ഈ നിലവാരത്തിൽ നിന്ന് ഒരിക്കലും താഴെ പോകത്തക്കവണ്ണമുള്ളൊരു പ്രതികരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നാം സൂക്ഷിക്കുക. പ്രൈസ് ഗോഡ്.